ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് മോമോസാണ്. അപ്പോൾ ഞാനിവിടെ ഫ്രൈഡും അതേപോലെ തന്നെ ബോയിൽഡ് ആയിട്ടുള്ള മോമോസും ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ട് ആദ്യമേ തന്നെ ഒരു 1/2 കപ്പ് മൈദയിലേക്ക് നമുക്ക് ഒരു നുള്ള് ഉപ്പും അതേപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ വെളിച്ചെണ്ണയും ഒഴിക്കാം. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ചപ്പാത്തി മാവെല്ലാം കുഴയ്ക്കുന്ന ഒരു പരുവത്തിൽ നമുക്ക് അതിനെ ഒന്ന് കുഴച്ചെടുക്കാം. ഇനി ഇതിനെ ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് ചെറിയ വട്ടത്തിൽ നമുക്കിതിനെ ഒന്ന് പരത്തി മാറ്റി വയ്ക്കാം. ഇങ്ങനെ നമ്മൾ ആവശ്യമായിട്ടുള്ള എല്ലാ ഷീറ്റുകളും പ്രിപ്പയർ ചെയ്ത് വയ്ക്കാം. ഇനി നമുക്കിതിന് വേണ്ടിയിട്ടുള്ള ഫില്ലിങ്സ് എങ്ങനെയാണ് റെഡിയാക്കുന്നത് നമുക്ക് നോക്കാം. ഫില്ലിങ്സിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ചെറിയ കഷ്ണം ക്യാരറ്റും ഒരു ചെറിയ പീസ് ക്യാബേജും അതേപോലെ തന്നെ ഒരു പച്ചമുളകും അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ഒരു കഷ്ണം സവാളയും കൂടി ചേർത്ത് എല്ലാം കൂടി ചെറുതാക്കി അരിഞ്ഞ് മാറ്റി വയ്ക്കുക. ഇനി നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ വെച്ച് ചൂടാക്കി നമ്മൾ ഈ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന എല്ലാ കാര്യങ്ങളും കൂടി അതിൻ്റെ കൂടെ ചേർത്ത് ഒരു 2-3 മിനിറ്റ് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഞാനിവിടെ ചിക്കൻ മോമോസാണ് റെഡിയാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ചിക്കൻ കൂടെ അതിൻ്റെ കൂടെ ചേർക്കുന്നുണ്ട്. ചിക്കൻ ഞാൻ നേരത്തെ തന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് വേവിച്ച് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി ചെറിയ ചെറിയ പീസുകളാക്കിയിട്ട് നമുക്ക് ഈ മിക്സിൻ്റെ കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഇനി ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും അതേപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും അതിൻ്റെ കൂടെ ഒരു 1/2 ടീസ്പൂൺ സോയാ സോസ് അല്ലെങ്കിൽ ഡാർക്ക് സോസ് ചേർക്കാം. നമുക്കിതിൻ്റെ കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതൊരു 5-6 മിനിറ്റ് ഒന്ന് വേവിച്ചാൽ മതിയാകും. കാരണം നമ്മൾ ഇതിനെ ഓൾറെഡി ഒന്ന് ആവി കയറ്റുന്നത് കൊണ്ട് തന്നെ ഇത് ആ ഒരു ടൈമിൽ ബാക്കി കൂടി വേവുള്ളത് അതിൻ്റെ കൂടെ വെന്തോളും. അപ്പം നമുക്കൊരു 5-6 മിനിറ്റ് ഇതിൻ്റെ കൂടെ ഒന്ന് വേവിച്ചാൽ മതിയാകും. ഇനി വേവിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിനെ ഒന്ന് മാറ്റി വയ്ക്കാം. ഇനി ഈ ഫില്ലിംഗ് ആണ് നമുക്ക് നമ്മളുടെ ആ ഒരു മോമോസ് ഷീറ്റിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ഇനി നമുക്ക് ഓരോ ഷീറ്റിലായിട്ടും ആവശ്യമായിട്ടുള്ള ഫില്ലിങ് വെച്ചതിന് ശേഷം നമുക്ക് ഇഷ്ടമുള്ള ഒരു ഷേപ്പിൽ നമുക്ക് ഈ മോമോസിനെ മാറ്റിയെടുക്കാം. അതേപോലെ എല്ലാ മോമോസും ഇതേപോലെ ഓരോ ഷേപ്പിൽ നമ്മൾ മാറ്റി വയ്ക്കുക. അതിനുശേഷം നമ്മൾ ഇതിനെ ഒന്ന് ആവി കയറ്റിയെടുക്കുക. ഒരു 15 മിനിറ്റോളമാണ് ഞാൻ ആവി കയറ്റിയിരിക്കുന്നത്. ഇനി ഫ്രൈ ചെയ്യാനുള്ള മോമോസ് ആവി കയറ്റിയതിന് ശേഷം ഒരു ചട്ടിയിൽ എണ്ണ ചൂടായി കഴിയുമ്പോൾ അതിൽ നിന്ന് മാറ്റി നമുക്ക് ഇതിലേക്കിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇതേ രീതിയിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് മോമോസ് റെഡിയാക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണേ.